എല്ലാം കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഭരണി നക്ഷത്രത്തിലെ വീഡിയോ ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുവെ ഭക്തജനങ്ങൾക്ക് അറിയാം. അപ്പോൾ 2024 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. 2024 തുടങ്ങുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ജനുവരി തൊട്ട് ആദ്യത്തെ ഒരു കുറച്ച് മാസം ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാകും. അതായത് ഏകദേശം ഒരു ജനുവരി മാസം വരെ ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ശരി, ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാകുന്നില്ല. അതെന്തായിരിക്കും? ഈ ഭരണി നക്ഷത്രം ഈ വർഷം കൊള്ളത്തിലായിരിക്കും. തൊടുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നഷ്ടം സംഭവിക്കുക, സാമ്പത്തിക നഷ്ടം. അതായത് ഒരു കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കുമ്പോൾ അടുത്ത നഷ്ടത്തിലേക്ക് പോവുക. അപ്പോൾ കിട്ടുന്ന സാലറിയിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടം വരും. നമുക്ക് കുറച്ചൊക്കെ നമ്മളോട് അതിനൊരു വെറുപ്പുണ്ടാകുക, ചുറ്റും നിൽക്കുന്ന ദേഷ്യത്തിലൂടെ നമ്മൾ അവനോട് കടുത്തമായ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോട് ഒരു മുഷിച്ചിലുണ്ടാകുക. അങ്ങനെ ഒരു മാസത്തെ ഭരണനക്ഷത്രക്കാർക്ക് ആ ഒരു കാലഘട്ടം കടന്നത് ഒരു മാസം അതായത് ഫെബ്രുവരി തൊട്ട് അവരുടെ ജീവിതശൈലി തന്നെ മാറുകയാണ്. അവർക്ക് ലോട്ടറി അടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അത് ഞാനൊരു അതിശക്തി വെച്ച് പറഞ്ഞത്. അതിശക്തി എന്ന് വെച്ചാൽ ചില ഭാഗ്യങ്ങൾ വരുമ്പോൾ നമ്മൾ യാദൃശ്യമായിട്ട് ചില കാര്യങ്ങൾക്ക് ചില ലോട്ടറികളും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ലോട്ടറി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവര് മുമ്പ് ചോദിച്ചിട്ടുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. പൈസകളൊക്കെ തരാമെന്ന് പറയും, മുന്നോട്ട് വരും. അപ്പോൾ കൂട്ടുകാരൊക്കെ സഹായത്തിന് മുന്നോട്ട് വരും ഭരണി നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ തൊഴിലിൽ പ്രയാസം ഉള്ള ഭരണി നക്ഷത്രക്കാർക്ക് 2024 കൂടി അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ഒപ്പം അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ അവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതായത് എത്ര കാര്യങ്ങൾ കിട്ടിയാലും കുറച്ചും കൂടെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഇല്ലല്ലോ എന്നില്ല. അതായത് അവരുടെ കാര്യങ്ങൾ കിടക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഭരണി നക്ഷത്രക്കാരൻ ഒരു ഹോട്ടലിട്ട്, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഹോട്ടല്. അപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, സ്റ്റാഫുകൾക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, നല്ല കച്ചവടമുണ്ട്, എല്ലാ ഹോട്ടലിനെക്കാട്ടിയും ആൾ വരുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സാമ്പത്തിക ലാഭം വരുന്നില്ല. അതായത് ഒരു ഹോട്ടലിൽ 10,000 രൂപ കിട്ടുവാണെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ നമ്മൾ 3,000 കിട്ടും. പക്ഷെ നമുക്ക് അത് വേറെ കാര്യത്തിലേക്ക് നഷ്ടങ്ങൾ വരുന്നു, നാളത്തേക്ക് മാറ്റി വെക്കാനും പറ്റുന്നില്ല. എന്നാൽ ഹോട്ടലിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ലാഭം കിട്ടുന്നില്ല. അതായത് എന്ത് ബിസിനസ് ചെയ്താലും നഷ്ടങ്ങൾ വരും. അതായത് അവിടെ ലാഭങ്ങളുണ്ട്, ആ ബിസിനസ് തുടങ്ങുമ്പം അത് നല്ല വിജയകരമായിട്ടൊക്കെ വരും. പക്ഷെ നമ്മുടെ ഈ സാമ്പത്തികം കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ പിള്ളേർക്ക് അസുഖമായിട്ട് പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടി വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഭരണി നക്ഷത്രത്തിലേക്ക് ഈ വർഷമുള്ള പ്രശ്നം. അത് നമ്മളൊന്ന് മാറ്റിയെടുത്താൽ പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് 2024 നല്ലൊരു ഭാഗ്യമായിരിക്കും. അത് എങ്ങനെ മാറ്റിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ക്ഷേത്രത്തിൽ, ലക്ഷ്മി വേണമെന്നില്ല, ഇപ്പം ദുർഗാക്ഷേത്രം ഉണ്ടെങ്കിൽ ദുർഗാക്ഷേത്രത്തിൽ പോവുക, ഭുവനേശ്വരി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പോവുക. അവിടെ ശ്രീ സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട്. ശ്രീ സൂക്തം അത് താമര മേടിച്ചോണ്ട് പോയി കൊടുത്ത് തിരുമേടി ശ്രീസൂക്ത അർച്ചന ചെയ്യാൻ പറഞ്ഞു തരണം. എന്താണ് ശ്രീസൂക്ത അർച്ചന? അപ്പൊ നമ്മൾ ഏത് സ്ഥാപനത്തിനാണോ, സ്വന്തം സ്ഥാപനമാണെങ്കിൽ സ്വന്തം സ്ഥാപനത്തിൽ ആ പ്രസാദം കൊണ്ടുവെക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കീഴിലാണെങ്കിൽ ആ പ്രസാദം നമ്മുടെ വീട്ടിൽ വെക്കുക. അത് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ച മസ്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്ക്, മുടങ്ങാതെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചം ഉണ്ടാകും. അപ്പോൾ സ്വന്തമായിട്ട് ഈ പറയുന്ന ജോലി സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വെക്കുക. അഥവാ വേറുള്ള സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്ന ഇതുണ്ടെങ്കിൽ പ്രസാദം വണ്ടിയിലോ ഇല്ലെങ്കിൽ പോക്കറ്റിലോ വെക്കുക. വണ്ടിയുള്ളവർ വണ്ടിയിൽ വെക്കുക, ഇല്ലെങ്കിൽ ബാഗിൽ വെക്കുക. എന്നിട്ട് അത് വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന പോലെ പ്രസാദം അവരുടെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ സാമ്പത്തിക ലാഭം. നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഭരണി നക്ഷത്രത്തിന് എല്ലാ കാര്യങ്ങളും മേടിക്കാൻ 2024 ഒരു ഭാഗ്യമായിട്ട് കടന്നു പോകത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ശ്രീസൂക്തം ചെയ്യാൻ. അത് താമര തലേദിവസം മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി. അപ്പം നമ്മളത് പോകുമ്പം വെള്ളം തളിച്ച് അമ്പലത്തിൽ കൊടുത്താൽ മതി. തിരുമേനി എന്തായാലും വെള്ളം തളിച്ചാണ് അത് ഇടത്തി ചെയ്യുന്നത്. അപ്പോൾ ശ്രീസൂക്തം താമരയിൽ ചെയ്യാൻ പറയണം. ഒപ്പം തന്നെ ഭരണി നക്ഷത്രം വരുമ്പോൾ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ, നവഗ്രഹ അർച്ചന, നവഗ്രഹ ഹോമം, പിന്നെ മാസത്തിൽ ഒരു തവണ ഭഗവതി സേവ അത് കൃത്യമായിട്ട് ചെയ്യണം. ഈ ഭഗവതി സേവ വെള്ളിയാഴ്ച തന്നെ ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ഞായറാഴ്ച ജോലിക്ക് പോകണമെങ്കിൽ ശനിയാഴ്ച തലേദിവസം രാവിലെ പോയി അമ്പലത്തിൽ പോയി പറഞ്ഞ് ഭഗവതി സേവ തുടങ്ങത്തൊട്ട് അവസാനം വരെ അത് കണ്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ പ്രസാദം മേടിച്ച് നമ്മൾ വീട്ടിൽ വെക്കണം. എങ്കിൽ മാത്രമേ പ്രയോജനം. അത് എഴുതി കൊടുത്തിട്ട് തിരുമേനി ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരിക്കേണ്ടത്. തിരുമേനി ചിലവർ ചെയ്യും, ചിലവർ ചെയ്യത്തില്ല. അവൻ ദക്ഷിണ കിട്ടാതെ ഈ പുള്ളി ഭൂരിഭാഗം ആൾക്കാരും ചെയ്യത്തില്ല. നമുക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഭഗവതി സേവ ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ നിൽക്കുന്ന ശാന്തിക്കാർ അല്ലെങ്കിൽ തിരുമേനിമാർ നല്ലപോലെ ചെയ്തു തരും. ഒപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഡോക്ടറെ പോയി കാണണം. നമ്മൾ മന്ത്രവാദത്തിൻ്റെ ഈ പറയുന്ന പോലെ പൂജയുടെയും കാര്യങ്ങളൊന്നും അസുഖം മാറ്റാൻ നിൽക്കരുത്, ഡോക്ടറെ തന്നെ കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തിക ലാഭത്തിന് ഞാൻ ഈ പറഞ്ഞല്ലോ
മൂന്നാമത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം മാറാൻ വേണ്ടി സരസ്വതി മന്ത്രം കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. അത് ഈ പറഞ്ഞ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിൽ. ഒപ്പം തന്നെ വിദേശത്ത് പോകാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്നവർ, വീട് പണി, അതേപോലെ തന്നെ വാഹനമൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നിലവിൽ ഒരെണ്ണം കൂടെ എടുക്കണം. വാഹനം ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നവഗ്രഹ പൂജ ചെയ്യുമ്പോഴത്തേക്ക് ആ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് 9 വലത്തിടുങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. ഒപ്പം ശത്രുദോഷങ്ങളും രോഗദുരിതങ്ങളും അനുഭവിക്കുന്ന ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഡോക്ടറെ കണ്ടതിന് ശേഷം ആഴ്ചയിൽ ഒരു തവണ ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ജലധാരയോ ചെയ്യുക. ശത്രുദോഷമായിട്ട് നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാരോ അങ്ങനെ എന്തെങ്കിലും ജ്യോത്സ്യന്മാരോ എല്ലാം പറയുവാണെങ്കിൽ തൃഷ്ടുപ്പ് കൊണ്ട്, അതായത് തൃഷ്ടുപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് 108 തവണ അർച്ചന ചെയ്യുക. അത് കൃത്യമായിട്ട് തിരുമേട് വരണം. ശത്രുദോഷം മാറാൻ വേണ്ടിയും സകല ദുരിതത്തിനും ബാധാദുരിതത്തിനും മാറാൻ വേണ്ടിയാണ് തൃഷ്ടുപ്പ്. അത് ചുമന്ന കളറ് ചെത്തിയോ ഇല്ലെങ്കിൽ ഭദ്രകാളി ചെത്തി എന്ന് പറഞ്ഞൊരു ചെത്തിയുണ്ട്, കടും ചെത്തി. അതുകൊണ്ട് 108 തവണ തൃഷ്ടുപ്പ് ചൊല്ലി അതിൻ്റെ പ്രസാദം മേടിച്ച് അവിടെ തൊട്ട് ആ ഒരു പ്രസാദം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ അതിനൊരു ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പം എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും ഇതിനൊരു പ്രതിസന്ധിയും ഒരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് സാമ്പത്തികമാണ്. അപ്പം ഈ സാമ്പത്തികം ശ്രീസൂക്തം ചെയ്താൽ മതി. ഒപ്പം തന്നെ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിമാരോ തന്ത്രിമാരോ ഉണ്ടെങ്കിൽ അവരവർക്ക് ഉപാസനമൂർത്തി ഉണ്ടെങ്കിൽ ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായി. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഭരണി നക്ഷത്രത്തിലെ ദോഷങ്ങളൊന്നും എന്നെ ബാധിക്കത്തില്ല. ആ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മളെ ഒരു പ്രശ്നങ്ങളും ബാധിക്കത്തില്ല. നമ്മൾ വിളിക്കുന്ന ഉപാസനമൂർത്തി ഇല്ലെങ്കിൽ നമ്മുടെ ഈശ്വരൻ കൂടെയുള്ള ഒരു ചിന്ത ഉണ്ടാകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണി നക്ഷത്രക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളിൽ നവഗ്രഹ പൂജ ചെയ്യുക, പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളിൽ കമൻറ്റ് വിടണം. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടണം. അതിപ്പോൾ നല്ല കമൻറ്റും മോശം കമൻറ്റും ഒക്കെ ഇട്ടോ, കുഴപ്പമില്ല. ഞാൻ വായിച്ചതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്.